കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തി. സുരേഷ് ഗോപി എത്തിയാലും വാർത്ത, എത്തിയില്ലെങ്കിലും വാർത്ത, മൗനമായാൽ വാർത്ത, വാചാലമായ വാർത്ത. എല്ലാവരുടെയും ടാർഗറ്റ് ഇപ്പോൾ സുരേഷ് ഗോപിയാണ്. ജോർജ് കുര്യനെ ടാർഗറ്റില്ല, കാരണം അദ്ദേഹം BJP-യിലൂടെ RSS-ലൂടെയൊക്കെ വളർന്നു വന്ന വലിയ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ടാർഗറ്റ് ചെയ്യില്ല. സുരേഷ് ഗോപിയാണ് നമ്മുടെ ടാർഗറ്റ്. തൃശ്ശൂരിൽ ഇന്ന് സുരേഷ് ഗോപി എത്തുന്നുണ്ട്. ഇന്നലെ CPM-ൻ്റെ ആളുകളും മറ്റ് CPI-യുടെ ആളുകളും ഇടതുപക്ഷക്കാരെല്ലാം കൂടി BJP-യുടെ ആഫീസ് ഉപദ്രവിക്കുകയും കരിയോയിൽ ഒഴിക്കുകയും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് BJP സംസ്ഥാന അടിസ്ഥാനത്തിൽ സമരത്തിലുമാണ്. അപ്പോൾ അതൊരു വശത്ത് നടക്കുന്നു. അപ്പോൾ സുരേഷ് ഗോപി ഇന്നലെ ഡൽഹിയിൽ നിന്ന് വാഹനത്തിലേക്ക് കയറുന്ന സമയത്തും ഒന്നും മിണ്ടിയില്ല, മൗനമായിരുന്നു എന്നാണ് ചാനലുകളുടെ പരാതി. ഇന്ന് സുരേഷ് ഗോപി എന്തായാലും മൗനമായിട്ട് പ്രസംഗിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപി ഇന്ന് മനസ്സ് തുറക്കും. എല്ലാവരും പറയുകയാണ്, ഇവിടെ 19 മണ്ഡലത്തിലെ ആളുകളും ഈ കേരളത്തിലെ 3 കോടി ആളുകളിൽ അവിടെയുള്ള 1, 2, 10, 25, 4, 5 ലക്ഷം ആളുകൾ ഒഴിച്ച്, അതായത് തൃശ്ശൂർ മണ്ഡലത്തിലെ കുറച്ച് ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും സത്യസന്ധരും ഹരിചന്ദ്രന്മാരും ഒരു പരാതിയും പരിഭവമില്ലാത്ത ഇതായിരുന്നു, അത് വോട്ടേഴ്സ് ലിസ്റ്റ് ആയിരുന്നു. അവിടെ മാത്രമാണ് ഇത്രയും കുഴപ്പമായ വോട്ടേഴ്സ് ലിസ്റ്റ്. അവിടെ ഇത്രയും കുഴപ്പമായ വോട്ടേഴ്സ് ലിസ്റ്റാണെന്ന് പറയുമ്പോൾ എവിടെ പോയി നമ്മുടെ ചേട്ടന്മാർ? അവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് ഇറക്കിയപ്പോൾ, അത് പ്രസിദ്ധീകരിച്ചപ്പോൾ, അതിൽ ആക്ഷേപം ചോദിച്ചപ്പോൾ, കരട് വന്നപ്പോൾ, വലിയ ശരിയായുള്ള വിജ്ഞാപനം വന്നപ്പോൾ, അത് പബ്ലിഷ് ചെയ്തപ്പോൾ ഒക്കെ എവിടെ പോയി രാഷ്ട്രീയ പാർട്ടികൾ? അപ്പോഴൊന്നുമില്ലാത്ത പരാതി, അപ്പോഴാരുടെയും കണ്ണിൽപ്പെടാത്ത പരാതി, ഒരു ലോക്കൽ കമ്മിറ്റിയുടെയോ ബ്രാഞ്ച് കമ്മിറ്റിയുടെയോ മണ്ഡലം കമ്മിറ്റിയുടെയോ ബൂത്ത് കമ്മിറ്റിയുടെയോ കണ്ണിൽപ്പെടാതെ പോയി ഈ കഥകളൊക്കെ. എന്നിട്ട് ഇപ്പോൾ എല്ലാ കഥകളും കൂടി സുരേഷ് ഗോപിയുടെ പുറത്താണ്. നമ്മുടെ പലരും ചോദിക്കുന്ന പോലെ 10, 25, 100, 500, 1000, 2000, 10,000 വോട്ട് കള്ള വോട്ടെന്ന് ഇന്ന വിചാരിക്കുക, അല്ലെങ്കിൽ ഇല്ലാത്ത വോട്ടെന്ന് വിചാരിക്കുക. അത് വന്നിട്ടുണ്ടെങ്കിലും സുരേഷ് ഗോപി എങ്ങനെയാണ് തോറ്റു പോകുന്നത്? 10,75,000-ൽ പര വോട്ടിന് ജയിച്ച ആളല്ലേ. അപ്പോൾ സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക എന്നുള്ളതല്ല വിഷയം, ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എന്തായാലും വിവാദങ്ങൾക്ക് മറുപടി പറയാൻ ഇന്ന് സുരേഷ് ഗോപി തൃശ്ശൂർ തന്നെ വരുന്നുണ്ട്. അദ്ദേഹം അവിടുത്തെ മന്ത്രിയാണ്. ഇതിൻ്റെ ഇടയിൽ ചില അച്ഛന്മാരും പിതാക്കന്മാരും ഇദ്ദേഹത്തെ ഒരു സിനിമാ നടനെ ഡൽഹിയിലേക്ക് കയറ്റിവിട്ടു. അവർ കയറ്റിവിട്ടതുപോലെയാണ്. അതുപോലെ സിനിമാ നടൻ എന്ന് പറഞ്ഞാൽ BJP നേതാവെന്നല്ല പറയുന്നത്, ഒരു സിനിമാ നടനെ കയറ്റിവിട്ടു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അത് എവിടെ കാണാനില്ല, ഹോളിവുഡിൽ പോയോ ബോളിവുഡിൽ പോയോ എന്നൊക്കെ പറഞ്ഞ് വലിയ പരിഹാസമാണ് ഉണ്ടായത്. എന്തായാലും ഈ തർക്കങ്ങളൊക്കെ നടക്കട്ടെ, നമുക്ക് ചിന്തിക്കാം എവിടെയാണ് പിഴച്ചത്, ആർക്കാണ് പിഴച്ചതെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും സുരേഷ് ഗോപി അവിടെ വരുന്നുണ്ട്. അദ്ദേഹം മനസ്സ് തുറക്കട്ടെ, ചർച്ചകൾ നടക്കട്ടെ. പക്ഷേ ഇങ്ങനെ ഒറ്റ തിരിച്ചുള്ള ആക്രമണം നമ്മുടെ ചാനലുകൾ, മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയകൾ നടത്തുന്നത് BJP-യിൽ നിന്നൊരാൾ ജയിച്ചതിലുള്ള കെറിവാണ്. അത് ഓരോ ജോഗപാൽ ഉണ്ടായിരുന്നപ്പോഴും ഉണ്ടായിരുന്നു, എങ്ങനെയായാലും ഉണ്ട്. BJP-യുടെ അക്കൗണ്ടിനോടുള്ള കെറിവാണ്, അല്ലാതെ സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയോടുള്ളതല്ല. പക്ഷേ സുരേഷ് ഗോപിയോടുള്ള ഈഗോയും കോംപ്ലക്സും ഒക്കെ നമ്മുടെ മീഡിയകളുമൊക്കെ കുറച്ച് നന്നായി ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, സുരേഷ് ഗോപി വന്നു, അദ്ദേഹം ആദ്യം മനസ്സ് തുറക്കട്ടെ.